കിഷോർജി, നമ്മളുടെ 4ാമത്തെ എപ്പിസോഡ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ആ മീനിന്റെ ഒരു ഇതാണ്. പിന്നെ അത് കഴിഞ്ഞൊരു പട്ടിയുടെ ആത്മാവ് ദേഹത്ത് കയറിയ കാര്യമൊക്കെ പറഞ്ഞു. ഇനി തുടർന്നോളൂ. അപ്പൊ എന്റെ ഞാൻ വിളക്ക് കത്തിക്കുന്ന വിളക്കുകളൊക്കെ ഇങ്ങനെ ഡിമ്മായിട്ട് കത്തുക, ചെറുതായിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ തിരിയുടെ കുഴപ്പമാണെന്ന് തിരി മാറ്റി, എണ്ണ മാറ്റി, എന്നിട്ടും ഇത് കത്തണത് ശരിയാവില്ല. അപ്പൊ ഇതിനെന്തോ കുഴപ്പമുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇങ്ങനെ ഞാൻ ഓട്ടോറിക്ഷയിൽ ഒരു സ്ഥലത്തേക്ക് പോവുക. അപ്പോഴാണ് എൻ്റെ ഒരു പരിചയക്കാരൻ എന്നെ ഫോൺ വിളിക്കുന്നത്. നിങ്ങളെവിടെയാ? ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ടല്ലോ. അയ്യോ, നമ്മുടെ അയാളുടെ പേര്, മരണപ്പെട്ടു പോയ ആളുടെ പേര് ജോസഫ് എന്നാ. ആള് മരിച്ചു പോയിരുന്നു. അപ്പൊ അയാൾ എന്റെ അങ്ങേർക്കും എനിക്കിപ്പോ 66 ആയില്ല. കഴിഞ്ഞ പോലാണ് സംഭവം. എനിക്ക് അങ്ങേർക്ക് ഒപ്പം വയസ്സ് 65 വയസ്സ്. ഈ പൂനെയിൽ വെച്ച് ഞങ്ങൾ കണ്ട് പരിചയപ്പെട്ട് 10-30 കൊല്ലത്തെ പരിചയമുണ്ട്. അപ്പൊ ഞാൻ ഇയാളെ അതിന്റെ തലേ മാസം ഞാൻ ഇയാളെ തലേ ആഴ്ചയില് ഫോൺ വിളിച്ച് സംസാരിച്ച അയാള് ഒറ്റ ആഴ്ചയില് ആള് പോയത്. അപ്പൊ അത് കേട്ടതോടുകൂടി എന്റെ ഹൃദയത്തിന്റെ ആ പിടുത്തം പോയി. എന്റെ വിളക്കുകളൊക്കെ പഴയ പോലെ ഒരു കുഴപ്പമില്ലാണ്ട് കത്താനും തുടങ്ങി. അപ്പൊ അത് മനസ്സിലായില്ല. നമ്മള് പിടുത്തം എന്ന് വെച്ചാൽ ആരെങ്കിലും ഈ അടുത്ത ബന്ധുക്കളോ ഫ്രണ്ട്സോ മരിക്കുന്നുണ്ടെന്നുള്ള ഇത് വന്നാ അപ്പൊ ഇവിടെ പിടിക്കും. ഇവിടെ ഒരു കനം പോലെ വരും. ഈ വിളക്കുകളൊക്കെ ചെറുതായി കത്താൻ തുടങ്ങും. അപ്പൊ ഈ വിളക്കൊക്കെ ശരിയാ. ഇത് കഴിഞ്ഞാ ഞാൻ കേട്ട് കഴിഞ്ഞാൽ ഉടനെ ഈ വിളക്കൊക്കെ ശരിയാവും. അപ്പൊ അങ്ങനെ. പക്ഷെ എനിക്ക് എന്നോട് ഈ ആത്മാവിനെ എടുത്ത് കളഞ്ഞ തിരുമേനി ഉണ്ടല്ലോ, അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, മരണ വീട്ടിൽ പോകരുത്, ആ വീട്ടിൽ പോയാൽ അവിടുത്തെ ആത്മാവ് തന്നെ പിടിക്കും. അതുകൊണ്ട് ഞാൻ ആര് മരിച്ചു കേട്ടാലും ഞാൻ അങ്ങോട്ട് പോവില്ല. പോയ ഉടനെ എന്റെ സ്പിരിച്വൽ എനർജി അല്ലേ, ആ എനർജിയിലേക്ക് ഈ ആത്മാവ് കയറി വരും. അതുകൊണ്ട് ഇപ്പൊ എന്റെ സഹോദരിയുടെ ഭർത്താവ് ഈ അടുത്ത് മരിച്ചു, ഞാൻ പോയാൽ അതന്നെ പിടിക്കും. അങ്ങനെ ഉള്ള ഒത്തിരി ആൾക്കാരെ എനിക്കറിയാം. ഇൻറ്റ്യൂഷൻ ഉള്ള ആൾക്കാര് മരിക്കുന്നത് നേരിൽ അല്ല, ഒരു മാസം 2 മാസം മുമ്പേ ഇൻഡിക്കേഷൻ കൊടുക്കുന്ന കേസ്. അതുമാതിരി ഞാൻ ഒരു ദിവസം ഇങ്ങനെ പൂജാമുറിയിൽ പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്റെ ഇത് വിളക്ക് പെട്ടെന്ന് അങ്ങനെ ചെറുതായി. എനിക്ക് കാര്യം അറിയില്ല, എന്തോ ആപത്തുണ്ടെന്ന് അറിയാം. നല്ല ഭംഗിയായിട്ട് കത്തിയിരുന്ന വിളക്ക് പെട്ടെന്ന് ഡിമ്മായിപ്പോയി. അപ്പൊ എന്താ കാര്യം എന്ന് എനിക്ക് അറിയില്ല. അന്ന് വൈകുന്നേരം ഞാൻ എന്റെ അമ്മേനെ ഫോൺ വിളിക്കുക. അമ്മ ഗുരുവായൂരാണേ. അപ്പൊ ഇപ്പൊ അമ്മയില്ല, മരണപ്പെട്ടു. അമ്മയ്ക്ക് അന്ന് ഫോൺ വിളിച്ചപ്പോ അമ്മ പറയാടാ, എനിക്കൊരു അബദ്ധം പറ്റി, ഞാൻ കസാര എന്ന് പറഞ്ഞു വീണു, എന്റെ തല ഇതിലടിച്ചു. പക്ഷെ ഒന്നും പറ്റിയില്ല ഭാഗ്യത്തിന്. കാലിന് കുറച്ച് പരിക്ക് പറ്റി. അമ്മ എന്ത് ചെയ്തു, ഒരു കസാര കയറി നിന്ന് കാല് പൊക്കി മേശമ വെച്ചു. അതോടുകൂടി കസാര പിന്നിലേക്ക് മറിഞ്ഞു. അമ്മ പറഞ്ഞു. അപ്പൊ അതിന്റെ ഇത് കൂടെ കാണിക്കണേ വിളക്കില് ഭഗവാൻ കാണിക്കണേ, നിന്റെ അമ്മയ്ക്ക് അവിടെ അപകടം പറ്റിയിരുന്നു. അങ്ങനെയുള്ള ചെറിയ പല അനുഭവങ്ങളും എനിക്കുണ്ട്. ദിവസം എനിക്ക് അങ്ങനെ ഓരോ ചെറിയ അനുഭവങ്ങളെ ഉണ്ടാവും. ഞാൻ ആ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന സമയത്തെ എനിക്ക് മാത്രം എന്റെ ജോലി മെയിൻ്റനൻസിലായിരുന്നു. അത് കാരണം എനിക്ക് രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം 8 മണി വരെ ജോലി ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ 8 മണി വൈകുന്നേരം 8 മണി വരെ ജോലി ചെയ്ത പിന്നെ ഞാൻ എപ്പോ പൂജ ചെയ്യാൻ എനിക്ക് പറ്റില്ലല്ലോ. അങ്ങനെ വന്നപ്പോ ഞാൻ എങ്ങനെ പൂജ ചെയ്യും ഭഗവാനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോ, അങ്ങനെ കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഭഗവാൻ എനിക്ക് കാണിച്ചു, ഈ കമ്പനിയോട് ചേർന്ന ഒരു അമ്പലമുണ്ട്, അവിടെ നീ പൂജിച്ചോ എന്ന് കാണിച്ചു. അങ്ങനെ ഞാൻ ആ അമ്പലത്തിൽ പോയി. ആ അമ്പലത്തിന്റെ ഒരു പ്രത്യേകത, ചെറുതാണ്ടോ, വളരെ ചെറിയതാണ്. ചെറുതെന്ന് പറഞ്ഞാല് ഒരു 10 അടി ബൈ 3 അടി തന്നെ ഉള്ളു സൈസ്. അവിടെ 11 വിഗ്രഹങ്ങളുണ്ട്. അത് ശിവന്റെ ഭൂതഗണങ്ങളാണ്. മാങ്കിർ ബാബ എന്നുള്ളതിനെ പറയാ. ഇതിന്റെ നൈവേദ്യം നോൺ വെജ് ആണ്, കോഴിമുട്ടയും ഇതൊക്കെയാണ് നൈവേദ്യം. പക്ഷെ ഞാൻ മാങ്കിർ ബാബയോട് പറഞ്ഞ് ഞാൻ നോൺ വെജ് കഴിക്കുകയില്ല, ഞാൻ അവിടെ ഒരു ദൈവത്തിനും കൊടുക്കുകയില്ല, ഞാൻ അതുകൊണ്ട് വെജായിട്ടുള്ള സാധനം മാത്രമേ വയ്ക്കുള്ളൂ. അങ്ങനെ ആദ്യമേ നമ്മൾ പ്രാർത്ഥിച്ച് അവിടെ പോയിരുന്ന് പൂജ ചെയ്യാം.
അപ്പൊ അവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ചാല് അവിടെ ഒരു തേങ്ങ ഉടച്ചാൽ ഒരാഴ്ചക്ക് ഉള്ള നമ്മളെ കാര്യം അങ്ങേര് നോക്കിക്കോളും, ഒരാഴ്ചക്ക്. അപ്പൊ ചൊവ്വാഴ്ചയാണ് അവിടെ തേങ്ങ ഉടയ്ക്കുക, തിങ്കളാഴ്ച അവിടെ തേങ്ങ ഉടക്കില്ല, ചൊവ്വ ബുധൻ ചൊവ്വയാണ് മെയിൻ. അങ്ങനെ എല്ലാ ദിവസവും തേങ്ങ ഉടയ്ക്കുക, തിങ്കളാഴ്ച മാത്രം ഉടക്കില്ല. അപ്പൊ അവിടുത്തെ തേങ്ങ ഉടയ്ക്കുമ്പോ ഈ നാമം ചൊല്ലി കഴിഞ്ഞിട്ട് വേണം തേങ്ങ ഉടയ്ക്കാൻ. ആ തേങ്ങ ഉടയ്ക്കുമ്പോ തേങ്ങ എറിഞ്ഞുടയ്ക്കാൻ പാടില്ല, വെറുതെ ഇങ്ങനെ മുട്ടി. അപ്പൊ കറക്റ്റായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ആ ആഴ്ച ബെസ്റ്റ്. ഇതിനെന്തെങ്കിലും തേങ്ങയ്ക്ക് കുഴപ്പം വന്നാൽ ആ ആഴ്ച എന്തെങ്കിലും ഏടാകുളങ്ങൾ ഉണ്ടാവും. കർണാടകയിലും ഉണ്ട്, ബാംഗ്ലൂരിലും ഉണ്ട്. ഉണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ ഈ മാങ്കർ ബാബയുടെ അടുത്ത് എല്ലാ ആഴ്ചയും അവിടേക്ക് പൂജ, പിന്നെ ഓം നമ ശിവായൊക്കെ അവിടെ ഇരുന്ന് ജപിക്കും ഞാൻ. അപ്പൊ അങ്ങനെ ഇരിക്കും. അവിടെ പിന്നെ ഒരു ഇത് എന്താ പറയുമ്പോ അവിടെ ഈ മഞ്ഞള്, പിന്നെ ഗുലാൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, റോസ് കളർ, പിന്നെ കുങ്കും, ഇത് മൂന്നും കൂടിയ മിശ്രിതം അടുത്തേക്ക് വരും. ഈ മിശ്രിതത്തെ മാങ്കർ ബാബയുടെ തലയിൽ വെക്കണം. എന്നിട്ട് നമ്മൾ നാമം ചൊല്ലാം. നാമം ചൊല്ലി കഴിഞ്ഞിട്ട് അത് തലേന്ന് എടുത്ത് ഒരു കടലാസിൽ പൊഞ്ഞ് കൈ വെക്കുക. എന്നിട്ട് അതിൽ കുറച്ചെടുത്ത് നെറ്റി തൊടുക. ഇത് കൊണ്ടുപോയാൽ നമ്മൾ ഡിസ്കഷന് പോയാൽ ആ മുമ്പിലുള്ള ആള് നമ്മൾ പറഞ്ഞ പോലെ കേട്ടോളും. എന്റെ അനുഭവമാണിത്. അപ്പൊ അതുകൊണ്ട് അവിടെ ധാരാളം ആൾക്കാർ ഇത് വാരിക്കൊണ്ട് കൂട്ടാം. പിന്നെ അത് ആൾക്കാരെ കൊണ്ട് ശല്യമായപ്പോ ഇപ്പൊ അവര് അവിടെ തലയിൽ വെക്കാൻ സമ്മതിക്കില്ല, അങ്ങനെയാക്കി അവര്. അപ്പൊ ഞാൻ ഈ ഒരു കാര്യം ശ്രദ്ധിച്ച, അപ്പോഴാണ് ഞാൻ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിച്ച, എന്റെ ഈ കൊടുക്കുന്ന കൊട്ടേഷൻ ഉണ്ടല്ലോ, ഈ കൊട്ടേഷൻ ഒരു പ്രത്യേക എമൗണ്ടിൽ കൊടുത്താൽ മാത്രമേ എനിക്ക് കിട്ടുള്ളൂ, അതേ കിട്ടില്ല. അപ്പൊ അതെന്താന്ന് വെച്ചാല് ഇത് കൂട്ടുമ്പോ 13 വരണം, 8500, 9400, 1300 ഇങ്ങനെ വരണം. എന്ന് വെച്ചാൽ കൂട്ടിയാൽ 13 ആയിരിക്കും. 1300 13 അങ്ങനെ വന്നാൽ മാത്രമേ ഈ കൊട്ടേഷൻ എനിക്ക് കിട്ടുള്ളൂ, ആ പണി. അപ്പൊ ഞാൻ ഇത് പതിവാക്കിയപ്പോഴാണ് എനിക്ക് അവിടുത്തെ മൊത്തം വർക്ക് എൻ്റെ കയ്യിലായി. കാരണം എൻ്റെ ഈ ഇതുകള് ഞാൻ മുഴുവൻ ഫയലും കൊണ്ടുവന്നില്ല, പക്ഷെ അതെന്റെ ഓഫീസിലിരിക്കുക. ഇതാണ് അതിന്റെ കണ്ട, നോക്കിയോ, 3550, 5 5 10 3 13 കണ്ടാ, കാണുന്നുണ്ടോ നമുക്ക്? 6700 കാണണ്ട. അതിന്റെ മേൽഭാഗം മാത്രമേ കാണുന്നുള്ളൂ, ഫുള്ള് കാണുന്നില്ല. ഇല്ല, ഇപ്പോഴാ? ഇപ്പൊ കാണാം. ഇങ്ങനെ എനിക്ക് ഇതിപ്പോ ഞാൻ കുറച്ച് കൊടുന്നുള്ളത് 1000കണക്കിനുണ്ട് ഇത്. എല്ലാ 13 വരുന്ന നമ്പറിൽ ഇത് ചെയ്യുന്നു അല്ലെ? 13 നമ്പർ ഇട്ടാ 1,30,000 ഇട്ടാ ആ വർക്ക് എനിക്ക് തന്നെ വേറെ ആൾക്ക് ലോവസ്റ്റ് അവര് തരുള്ളേ. അപ്പൊ ലോവസ്റ്റ് എന്റെ ആയിരിക്കും 1,30,000. അങ്ങനെ എനിക്ക് ഈ ആ കമ്പനിയിലത്തെ മൊത്തം വർക്ക് എന്റെ കയ്യിലായി. അതോടുകൂടി ഈ ടെക്നിക്ക് അത് ഈ മാങ്കർ ബാബയുടെ അടുത്തു നിന്നാണ് ഇത് വന്നത്, ശിവഗണത്തിന്റെ അടുത്തു നിന്നാണ് വന്നത്. അപ്പൊ അവിടെ ചില ഈ ജോലി ചെയ്യുമ്പോൾ ഉള്ള, നമുക്ക് ജോലി ചെയ്യുമ്പോൾ ചില തെറ്റുകളൊക്കെ ചിലപ്പോൾ പറ്റുമല്ലോ. അപ്പൊ ഒരു പ്രാവശ്യം ഞാൻ ഒരു വർക്ക് കമ്പനിയിൽ നിന്ന് എടുത്തു. അപ്പൊ 4 ഷീറ്റ് കട്ട് ചെയ്യണം, ഷിയർ ചെയ്യണം. 3 mm തിക്നെസിന്റെ MS ഷീറ്റ് ഷിയർ ചെയ്യണം. അപ്പൊ ഞാൻ ആ ഷീറ്റ് ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങി ഷിയറിംഗ് സ്ഥലത്ത് കൊണ്ടുവിടാനായിട്ട് എന്റെ സൂപ്പർവൈസറെ ഏൽപ്പിച്ചു. അപ്പൊ ഞാൻ ഈ കമ്പനിയിലാണ് നിൽക്കുന്നത്. എന്റെ കമ്പനിയിൽ നിന്ന് ഷിയറിംഗ് സ്ഥലം 10 കിലോമീറ്റർ എന്ന് വെച്ചാൽ ഏകദേശം 1 മണിക്കൂർ അങ്ങോട്ട്. 10 കിലോമീറ്റർ അല്ലെങ്കിൽ ഈ പൂരയില് ഭയങ്കര ഹെവി ട്രാഫിക് ആണ്, അതുകൊണ്ട് അവിടെ എത്തണമെങ്കിൽ 1 മണിക്കൂർ വേണം. അങ്ങനെ ഇവൻ അത് കൊണ്ടിട്ടിട്ട് എന്റെ ഓഫീസിലേക്ക് വന്നപ്പോ മണി 5:30. അപ്പൊ ഇവൻ പറഞ്ഞു 6 മണിയാകുമ്പോഴേക്ക് അവര് വൈകുന്നേരം കട്ട് ചെയ്തിടുന്നു. അപ്പൊ പെട്ടെന്ന് എന്റെ മനസ്സിൽ തോന്നി ഈ കൊടുത്ത അളവൊന്ന് ചെക്ക് ചെയ്യാന്ന്. അങ്ങനെ ഞാൻ അളവ് ചെക്ക് ചെയ്ത് ഞാൻ അവനും തലയ്ക്ക് കൈ വെച്ചു പോയി. കാരണം അളവ് മൊത്തം തെറ്റെഴുതി കൊടുത്തു. അവരാണ് ഇവിടെ 5:30 മണിയായി, അവിടെ ഫോണില്ല ഈ സ്ഥലത്ത്, ഞങ്ങക്ക് ഓടി അവിടെ ചെല്ലാനും പറ്റില്ല. അവരിത് കട്ട് ചെയ്തിട്ടുണ്ടാവും. ഞങ്ങളുടെ 4 ഷീറ്റ് ഒറ്റടിക്ക് സ്ക്രാപ്പ്. എങ്ങനെയുണ്ട്? അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ഇത് പോയി, നമുക്ക് വേറെ ഷീറ്റ് വാങ്ങേണ്ടി വരും, ആദ്യം അവിടെ പോയി നോക്കാം.
അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കാം. അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം അവിടെ അപ്പൊ 9 മണിക്കാണ് തുടങ്ങണത്. ഞങ്ങൾ അവിടെ എത്തിയപ്പോ 10 മണിയായി. ഞങ്ങൾ ചെന്ന് നോക്കണു, ഈ ഷീറ്റ് അവിടെ താഴെ തന്നെ കിടക്കുന്നു, കട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഞങ്ങൾ ആ ഓപ്പറേറ്റർ ചോദിച്ചു, എന്തത് കട്ട് ചെയ്യാതിരുന്ന എന്തുകൊണ്ടെന്ന് ചോദിച്ചപ്പോ അയാൾ പറയാ, നിങ്ങളുടെ ഷീറ്റ് ഈ മെഷീൻ വെച്ച വഴിക്ക് കറണ്ട് പോയി വൈകുന്നേരം. അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. രാവിലെ ഞാൻ വന്നു 9 മണിക്ക് വെച്ച വഴിക്ക് സെറ്റ് ചെയ്തു. ഷീറയാണല്ല, അതിന്റെ ആ ഇതുമേ ഒരു ലെഗിലാണ് അതിന്റെ അത് പ്രസ്. അത് പ്രസ് ചെയ്യാൻ നോക്കിയപ്പോ അതിന്റെ അടിയിൽ ബുഷ് പൊട്ടിപ്പോയി. അങ്ങനെ അത് പ്രസ്സായില്ല. അങ്ങനെ അത് കേടായി. ഇപ്പൊ ആ ബുഷ് വാങ്ങാൻ ആള് പോയിട്ടുള്ളൂ. ഞാൻ പറഞ്ഞു നന്നായി, അല്ലെങ്കിൽ ഇപ്പൊ എന്റെ മൊത്തം ഇത് സ്ക്രാപ്പ് ആവുമായിരുന്നു. അപ്പൊ അയാൾ പറഞ്ഞു, നിങ്ങൾ ഭയങ്കര ദൈവാനുഗ്രഹമുള്ള ആളാണ്. അല്ലെങ്കിൽ അയാൾ മുഴുവൻ കട്ട് ചെയ്തിട്ട് ഒരു ഷീറ്റിന് 2000 രൂപ അന്ന് വില, 4 ഷീറ്റും പോയേനെ. അങ്ങനെ അത് ഇങ്ങനെയുള്ള അതിശയങ്ങളാണ് എന്റെ ആ ജോലി സ്ഥലത്ത്. പിന്നെ എങ്ങനെ അത് യൂസ്ഫുൾ ആക്കി? അല്ല, അത് കട്ട് ചെയ്തില്ലല്ലോ അവര്. അപ്പൊ അത് തിരിച്ചെടുത്തു. കട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പുതിയ അളവ് കൊടുത്ത് അത് കട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് ലോസ് വന്നില്ല. അതേമാതിരി ഞാൻ അവിടെ വർക്ക് ചെയ്യുമ്പോ അവിടുത്തെ ഈ മാനേജർ പറഞ്ഞു, കിഷോർ എങ്ങനെ എന്നോട് പറയാ, കിഷോർ ഇത്ര സമയത്തിൽ ഈ വർക്ക് ചെയ്ത് തീർന്നിരിക്കണം. അപ്പൊ ഞാൻ പറയാം, ഞാൻ ചെയ്തോളാം. ഞങ്ങള് ചില വർക്കൊക്കെ ഓവർ ടൈമിലാണ് ചെയ്യാം. ഓവർ ടൈമിൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ അപ്പൊ ഈ ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ടാവില്ല. ആ സമയത്ത് ഞങ്ങൾക്ക് ഇട്ടുള്ള പോലെ ചെയ്യാം. അപ്പൊ ഈ പർട്ടിക്കുലർ വർക്ക് ഈ സമയം കൊണ്ട് ചെയ്ത് തീരാത്ത വർക്കാ. പക്ഷെ അത് അദ്ദേഹത്തിന് അറിയാതെ തീരില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ചെയ്യാൻ തുടങ്ങിയ ആ ഒരു സമാധാനാവൂല. പൈപ്പ് ലൈനാണ്, 3 ഇഞ്ചിന്റെ 12 പൈപ്പ് ലൈനാണ്. 12 പൈപ്പ് കണക്ട് ചെയ്യണ ഒരു പ്രത്യേക ദൂരത്തേക്ക്. ഞങ്ങൾ പറഞ്ഞു വൈകുന്നേരം ചെയ്തോളാം, നീ അവിടെ പൊക്കളാന്ന്. അങ്ങനെ ഇയാള് പോയി, ഞങ്ങള് അത് കണക്ട് ചെയ്തു. ഒരു അതിശയകരമായ വേഗത്തിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2 മണിക്കൂർ കൊണ്ട് ഫുൾ വർക്കും ചെയ്തു. എങ്ങനെ ചെയ്ത് തീർക്കുന്ന എനിക്കറിയില്ല, അത് ഭഗവാനാണ് ഇതൊക്കെ ചെയ്യണതേ. അപ്പൊ അത് ചെയ്ത് തീർത്തു. ഇയാള് വന്നിട്ട് രാവിലെ ഇയാള് വന്ന് നോക്കിയ പൈപ്പ് ലൈൻ ഫുൾ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇയാള് ചോദിക്ക, 2 മണിക്കൂർ കൊണ്ട് ഈ പണി നിങ്ങൾ എങ്ങനെ ചെയ്തു തീർത്തു? ഇയാളുടെ ടെൻഷൻ ഞാൻ 2 മണിക്കൂർ കൊണ്ട് ചെയ്തോണ്ടല്ല, ഈ പൈപ്പിന് മീറ്ററിന് 80 രൂപയാണ് ഞങ്ങളുടെ റേറ്റ്, ലേബർ ചാർജസ് റേറ്റ്. അപ്പൊ ഒരു പൈപ്പിന് 480 രൂപയായി. അപ്പൊ ഈ എത്ര രൂപയായി? 5000 ചില്ലായിരം രൂപ ഞങ്ങൾക്ക് തരണ്ടേ? റേറ്റ് ആണ് ആദ്യമേ ഫിക്സ് ചെയ്ത. അപ്പൊ ഈ 2 മണിക്കൂർ പണിയെടുത്ത് 2 മണിക്കൂർ 3 ആള് പണിയെടുത്ത് ഒരാൾ ഞാനാണ് പണിയെടുക്കണത്. അപ്പൊ 4 ആൾ പണിയെടുക്കുകയാണ്, 5000 രൂപ എങ്ങനെ തരും? പക്ഷെ ഞങ്ങൾ പണി കണ്ടൂടെ? അപ്പൊ ഇതൊക്കെ എങ്ങനെ നടക്കണമെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ എങ്ങനെ നടക്കും? അപ്പൊ എനിക്ക് ഇങ്ങനത്തെ ഒരുപാട് അവസാനം ഈ ശത്രുക്കൾക്ക് അതാ മനസ്സിലായത്, ഞാനിങ്ങനെ ഈ ജപമാല എണ്ണുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു പണി അറിയാത്ത മണ്ടനായ ഇവൻ ഇതൊക്കെ ചെയ്യണത്. ഈ ജപമാല എണ്ണതിന്റെ സീക്രട്ട് എന്ന് മനസ്സിലായോടുകൂടിയാണ് അവരെന്നെ ഉപദ്രവിക്കാൻ തുടങ്ങി. അപ്പൊ അതാണ് എൻ്റെ മറ്റൊരു ആ സ്ഥാപനത്തില്. പക്ഷെ എന്റെ സൂപ്പർവൈസറെ അവരെടുത്തപ്പോ അവിടുത്തെ കമ്പനിയിലെ പർച്ചേസ് മാനേജറും എന്നോട് പറഞ്ഞു, ഈ സൂപ്പർവൈസറെയും ഈ ടീമിനെയും ഞാൻ പുറത്താക്കാം, നീ വേറൊരു ടീമിനെ കൊണ്ടുവന്നാ മതി. ഞാൻ എന്ത് പറഞ്ഞു, എല്ലാവരും ജീവിക്കട്ടെ സാറേ, മനസ്സിലായി. എനിക്ക് അവനോട് ഒരു മനസ്സുകൊണ്ട് ഒരു വിഷമവുമില്ല. അവൻ ഇന്ന് വലിയ സമ്പന്നനായി അവിടെ ജോലി ചെയ്തിട്ട്. എനിക്കൊരു വിഷമമില്ല. ആളുകൾ എന്ന് വെച്ചാൽ എന്റെ കൂടെ വർക്ക് ചെയ്യണവരൊക്കെ സമ്പന്നരായി നല്ല രീതിയിൽ ജീവിക്കണം എന്റെ ആഗ്രഹം. ആര് കാല് വാരണമെന്ന് എന്റെ ഒരു വിഷയമല്ല അത്. കാരണം നമ്മുടെ കാര്യം നോക്കുന്നത് ഭഗവാനാണ്. അതാണ് എന്റെ വിശ്വാസം. ഞാനിപ്പോ ഇവിടെ പൂജ ചെയ്യുമ്പോ ഒരു ഫോൺ വന്നാൽ ഞാൻ ഫോൺ എടുക്കൂല. കാരണം ഭഗവാൻ അറിയാണ്ട് ഈ ആരാണോ ഫോൺ ചെയ്ത് അയാളെ ഭഗവാൻ അറിയാം, മനസ്സിലായ? അപ്പൊ എന്റെ പൂജ കഴിഞ്ഞ് ഞാൻ കർപ്പൂരം ഒഴിഞ്ഞതിന് ശേഷം ഞാൻ ഫോൺ എടുക്കാൻ പോവുള്ളൂ. അതിന്റെ വേറെ കാര്യം എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഈ ഫോൺ ചെയ്യുന്ന ആള് പറയുക, കിഷോറെ നമ്മുടെ മറ്റാള് മരിച്ചു പോകാൻ ഞാൻ ചെയ്യും, എന്റെ പൂജ അതോടൊരു മുടങ്ങും. കാരണം എന്റെ മനസ്സിന്റെ ഇത് തെറ്റൂലേ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒന്നും കേൾക്കാണ്ടിരിക്കാൻ ഞാൻ 5:30ക്കാണ് പൂജയ്ക്ക് ഇറങ്ങുക. 5:30 തൊട്ട്
8:30 വരെ, ഈ പൂജ കഴിയുമ്പോ 8:30 അതുവരെ ഞാൻ ഫോൺ എടുക്കൂല. ഭാര്യയോട് പറയും എടുക്കണ്ട, അടിച്ചാലും എടുക്കണ്ട, നോക്കാൻ വേണ്ട. നോക്കിയാലും ടെൻഷനാ. അയ്യോ ഇയാളെന്തിനാ വിളിച്ചതെന്ന് നമ്മളിത് തല ചോദിക്കാൻ തുടങ്ങും. അതുകൊണ്ട് അതില്ല. അപ്പൊ നമ്മളിങ്ങനെ ചിട്ടയായിട്ട് ചെയ്യണോണ്ട് ഇപ്പൊ നിങ്ങളെ വിളിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു ജപമാല ഗണപതിക്ക് ജപിച്ചു. അതിനെ കണക്ട് ചെയ്ത് ഞാനൊന്ന് ചോദിക്കട്ടെ. ഈ ഇതിനു മുമ്പ് നമ്മൾ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞായിരുന്നല്ലോ, എനിക്ക് ദൈവത്തിന്റെ അടുത്തുനിന്ന് എന്റെ ചാനലിൽ വരാൻ പെർമിഷൻ കിട്ടിയെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഇത് തന്നെ എൻ്റെ അടുത്ത് ഞാൻ പോഡ്കാസ്റ്റ് ചെയ്ത ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറും പറഞ്ഞായിരുന്നു ഇങ്ങനെ എന്റെ ചാനലിൽ പോയി ചെയ്യാൻ അവരോട് ദൈവം പറഞ്ഞായിട്ട്. അതൊന്ന് എലാബറേറ്റ് ചെയ്തൊന്ന് പറയാം, എന്താണ് അവിടെ സംഭവിച്ചത്? അതെന്താ വെച്ചാൽ നമ്മള് ഞാനിപ്പോ ഈ യൂട്യൂബ് ചാനലുകൾ കാണുന്നുണ്ടല്ലോ, അങ്ങനെ പല നമ്മൾ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ടാണ് ഈ കാര്യങ്ങൾ പറയണത്. പക്ഷെ കേൾക്കുന്ന ആൾക്കാര് ഇതിനെ ട്വിസ്റ്റ് ചെയ്യുകയും മറ്റൊരു വീഡിയോ ഉണ്ടാക്കുകയും നമ്മളെ കൊളന്നുകൊണ്ടേയും ചിലപ്പോൾ പോലീസ് കേസാവുകയും ചിലപ്പോൾ കോടതി കയറേണ്ടി വരികയും അങ്ങനെയുള്ള ഏടാകൂടങ്ങൾ വരും. അപ്പൊ ഇത് വരാണ്ടിരിക്കാനാണ് നമ്മൾ ഭഗവാന്റെ പെർമിഷൻ എടുക്കണം. ഭഗവാന്റെ നമ്മള് ഇല്ലീഗലായിട്ടൊന്നും പറയുന്നില്ല, ഒന്നും പറയുന്നില്ലെങ്കിലും കേൾക്കുന്ന ആളുകൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കണമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഓരോ ആളുകൾക്കും ചില ആൾക്കാർ യുക്തിവാദികളാണ്, ചില ആൾക്കാര് ഈ നമ്മൾ ഈ പൂജ ചെയ്യണതിന് തന്നെ എതിരാ. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഇപ്പൊ ഓരോ മതങ്ങളും നമ്മളിപ്പോ ഒരു മതത്തിൽ നിൽക്കണം, ആ മതത്തിൽ തന്നെ നിന്നാൽ മതി, മതം മാറുന്ന കാര്യമില്ല. ഈ മതത്തിൽ നിൽക്കണം, അവിടെ തന്നെ നിന്നാൽ മതി. കാരണം അതിലൊക്കെ നല്ല വചനങ്ങളുണ്ട്. ഞാനൊരു വചനം പറഞ്ഞുതരാം, ഒരു മതത്തിന്റെയാണ്. നമ്മുടെ സ്വർഗം അച്ഛന്റെയും അമ്മയുടെയും പാദത്തിലാണെന്ന്. മനസ്സിലായോ? അത് അച്ഛന്റെയും അമ്മയുടെയും മാത്രമല്ല, നമ്മുടെ ഭാര്യയെയും സഹോദരങ്ങളുടെയും കൂടി പാദത്തിലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വീടിന്റെ ഉള്ളില് ഈ ഭാര്യയോടും മക്കളോടും അച്ഛനോടും അമ്മയോടും സഹോദര സ്നേഹബന്ധം നന്നായിട്ട് പുലർത്തിയാല് അത് ലോകം കാണുകയും അവര് നമ്മളെ സ്നേഹത്തോടു കൂടി നോക്കുകയും ചെയ്യുക. എത്ര പേര് എന്നോട് എടാ നീ ആ കിഷോറിന്റെ വീട് നോക്കുന്നു പറയും. അവന്റെ അച്ഛനും അമ്മേനെ എങ്ങനെയാ നോക്കണമെന്ന് അവര് പറയും. അങ്ങനെ ആൾക്കാർ പറയും. അപ്പൊ നമ്മൾ നമ്മുടെ വീട്ടില് സന്തോഷം എല്ലാവരിലും എത്തിച്ചാല് ഓട്ടോമാറ്റിക്കലി അത് അടുത്ത വീട്ടിലേക്കും. ഞാൻ ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ചുറ്റുപാടും സന്തോഷം ഉണ്ടാവണം. അല്ലാണ്ട് അവിടെ വേണം കലഹായ എനിക്ക് സന്തോഷം ഉണ്ടാവോ? അതുണ്ടാവില്ല. അപ്പൊ ഞാൻ ഈ ചുറ്റുപാടും സന്തോഷം ഉണ്ടാവണം ഭഗവാനെ, എല്ലാവർക്കും നന്മ ഉണ്ടാവണം ഭഗവാനെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മൾ വീടിന്റെ ഉള്ളിൽ നമ്മളെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹത്തോടെ ജീവിച്ച ഓട്ടോമാറ്റിക്കലി അപ്പുറത്തുള്ളവരും സ്നേഹത്തോടെ ആയിക്കോളും. അതിപ്പം വേറെ ഒരു വചനമുണ്ട്, ബൈബിളിലുള്ള വചനമാണ്, നീ നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക. വളരെ അർത്ഥവത്തായ ഒരു വചനമാണ്. നമ്മുടെ കുടുംബത്തിൽ നല്ല സ്നേഹബന്ധം പുലർത്തിയാണ്ടല്ലോ, അയൽക്കാരനും ഓട്ടോമാറ്റിക്കലി നല്ല സ്നേഹബന്ധമുള്ള ആൾക്കാരായി മാറിക്കോളും. അവര് തന്നെത്താൻ മാറിക്കോളും. ഒരു സമൂഹം നന്നായി പോകും. മനസ്സിലായോ? നമ്മൾ ഈ പക്ഷികളോടും മൃഗങ്ങളോടും ഒക്കെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പക്ഷിയെയും മൃഗത്തെയും നമ്മൾ കൊല്ലാൻ പാടില്ല. അതാണ് നമ്മൾ മെയിൻ ചെയ്യേണ്ടത്. മെയിൻ ആയിട്ടുള്ള വേണ്ട മറ്റു മൃഗങ്ങളുടെ കാര്യമില്ല, നമ്മൾ തീറ്റ കൊടുത്ത് വളർത്തുന്ന മൃഗങ്ങളാ, അതിനെ കൊല്ലാനേ പാടില്ല. ചിലരൊക്കെ കോഴിനെ കണ്ടുണ്ട് ഓടിച്ചിട്ട് കൊല്ലും. ഒരു ഗസ്റ്റ് വന്നാൽ അപ്പൊ കോഴിനെ പിടിച്ചു കൊല്ലും. അങ്ങനെ ചെയ്യാനേ പാടില്ല. കോഴിനെയും താറാവിനെയും ഒന്നിനും കൊല്ലാൻ പാടില്ല. കാരണം അവര് നമ്മളെ ഇതാക്കണം, നമ്മളെ സ്നേഹിക്കുന്ന ജീവികളാ. ആ ജീവികൾ അവര് സ്നേഹമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ എന്റെ വീട്ടിൽ വളർത്തിയ ഡോഗ് ഉണ്ടല്ലോ, ഞങ്ങള് വിസിറ്റേഴ്സ് വരുമ്പോ നമ്മൾ പറയില്ല ആ സന്തോഷം, നിങ്ങളെ കണ്ടതിൽ സന്തോഷം നമ്മൾ പറയില്ലേ, അപ്പൊ നമ്മൾ ചിരിക്കൂലേ? ഈ ഡോഗും ചിരിക്കും. അന്നൊന്നും ഈ മൊബൈലിൽ ഇല്ലാത്തതാണല്ലേ ഡോഗിന്റെ ഫോട്ടോ എടുത്തിട്ട് ഞാൻ ഇട്ടത്, ഡോഗ് ചിരിക്കുന്നത്. അപ്പൊ ഇന്നിപ്പോ ഞാൻ ഈ താഴത്ത് നടക്കാൻ പോയി കഴിഞ്ഞാല് ഈ ഡോഗുകള് മുഴുവൻ ഇവിടെയുള്ള സ്ട്രേ ഡോഗ്സ് എന്റെ പിന്നാലെ ഓടി വരും. ഇപ്പൊ 4 മുമ്പ് 8 ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെയുള്ള ആൾക്കാർ ചോദിക്കും, നമ്മൾ ഭക്ഷണം കൊടുത്തത് നമ്മുടെ കൂടെ വരുന്നില്ല, ഇവന്റെ കൂടെ പിന്നാലെ എന്തിനാ ഇത് ഓടുന്നത്? കാരണം ഞാൻ ജപമാല എണ്ണണ അവര് കാണണം.
മനസ്സിലാ, അവർക്ക് നമ്മുടെ സ്പിരിച്വൽ ആയിട്ടുള്ള ഓറ ഈ ഡോഗിന് മനസ്സിലാവും. ആ, അപ്പൊ അത് നമ്മുടെ പിന്നാലെ ഓടി വരും സന്തോഷത്തോടു കൂടി. ഡോഗുകള്, പൂച്ചകൾ. അപ്പൊ നമ്മള് ഇപ്പൊ ഈ ചില ചാനലിൽ പറയാം നോൺ വെജ് കഴിക്കരുത്. അങ്ങനെ വെറുതെ നമ്മൾ കഴിക്കാണ്ട് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് നമ്മളോട് ദൈവം പ്രീതിപ്പെടില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ ഇത് കഴിച്ചിരുന്ന ആളാണ്, അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഒരു ഇപ്പൊ പശുവിനെ കണ്ടു, ആളിനെ കണ്ടു, പോത്തിനെ കണ്ടു, ഞാൻ ഉടനെ അതിനെ നോക്കി പ്രാർത്ഥിക്കും. നിങ്ങളുടെ വർഗക്കാരെ ഞാൻ പണ്ട് എന്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ തിന്നു, അതിന് എന്നോട് ക്ഷമിക്കണേ, എനിക്ക് നിങ്ങൾ മാപ്പ് തരണേ. അവരുടെ ആത്മാവിനോടും പറയണം എനിക്ക് മാപ്പ് തരാം. അങ്ങനെ നമ്മളെ പ്രാർത്ഥിച്ച് നമുക്ക് മനസ്സിലാവണം നമ്മുടെ ഇതേ എനർജിയുള്ള ജീവികളെയാണ് നമ്മൾ പിടിച്ചു തിന്നതെന്നുള്ള കാര്യം. അത് നമുക്ക് ബോധ്യത്തിൽ വരുന്നിട്ട് നമ്മൾ നിർത്തിയാലേ ഇത് സ്റ്റോപ്പ്. അല്ലാതെ നമ്മൾ വെറുതെ ഒരാൾ പറഞ്ഞു നോൺ വെജ് നിർത്തി, അതുകൊണ്ട് കാര്യമില്ല. ദൈവാധീനം ഉണ്ടാവില്ല. ദൈവാധീനം ഉണ്ടാവണമെങ്കിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കണം, ഇതിനോടൊക്കെ പ്രാർത്ഥിക്കണം. ഡോഗിന് നമ്മൾ കല്ലെടുത്തറിയില്ലേ? അപ്പൊ കല്ലെടുത്തറിയാൻ പാടില്ല. ഞാൻ ഒരിക്കലും ഇങ്ങനെ എന്നും പ്രാർത്ഥിക്കും, സർവചരാചരങ്ങളെയും മൃഗങ്ങളെയും ഒക്കെ സ്നേഹിക്കാൻ എനിക്ക് സാധിക്കണേ ഈശ്വരാ. അങ്ങനെ എന്ത് പറ്റി? ഒരു ദിവസം ഞാൻ വളർത്തുന്ന ഡോഗിനെ കടിക്കാനായിട്ട് ഒരു ഡോഗ് അവിടെ നിന്ന് ഓടി വന്നു. അപ്പൊ സ്വാഭാവികമായും നമ്മൾ കല്ലെടുത്തെറിയും. അപ്പൊ ഇത് ഈശ്വരനാണ് ഇങ്ങനെ നമ്മളെ കൊണ്ട് ഇതിനെ കൊണ്ട് ചെയ്യിപ്പിക്കും നമുക്കറിയില്ലല്ലോ. ഞാൻ വേഗം കുനിഞ്ഞൊരു കല്ലെടുക്കാൻ പോയപ്പോഴാണ് ഈ ഭഗവാൻ എന്റെ തലയിൽ പറയുന്നത്, എടാ നീയല്ലടാ പ്രാർത്ഥിച്ച് സർവചരാചരങ്ങളെയും മൃഗങ്ങളെയും സ്നേഹിക്കാൻ നിനക്ക് സാധിക്കണം. ഉടനെ ഞാൻ കല്ല് അവിടെ ഇട്ടിട്ട് ഡോഗിന് പറഞ്ഞു വിട്ട് അടച്ചു. ഞാൻ എന്റെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വന്നാല്, എന്തോ ഒരു പെർമിഷൻ കിട്ടിയെന്ന് പറഞ്ഞായിരുന്നല്ലോ ഈ ചാനലിൽ വരാനും ഒക്കെ. അത് എനിക്കൊരു ക്യൂരിയോസിറ്റി, അതെന്തുവാന്നറിയാൻ. അത് ഞാൻ ഞാനിപ്പോ ഈ ഗണപതിനെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത്. ഞാൻ ശിവനെ പൂജിക്കണ്ടേൻ, ശിവനോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ശിവനോട് എന്നോട് പറയും നീ ഗണപതിയോട് പറയും, ഗണപതി നിന്റെ കാര്യങ്ങൾ നോക്കി ചെയ്തു തരും എന്ന് ഭഗവാൻ എന്നോട് പറയുന്നു. ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഞാൻ ഇങ്ങനെ പറയുമ്പോ ഭഗവാനോട് ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഇങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്, ഞാൻ സംസാരിക്കട്ടെ അവരോട്, ഞാൻ എന്റെ അനുഭവങ്ങൾ അവരൊരു ഷെയർ ചെയ്യട്ടെ എന്ന് ചോദിക്കുമ്പോ അതിനുള്ള മറുപടി വരണ്ടേ? ആ മറുപടി ആദ്യം വന്നില്ല. ഞാൻ കാരണം എന്റെ ഈ വലത്തെ കണ്ണില്ല, അതിങ്ങനെ വരച്ചോണ്ടിരിക്കും കണ്ടിന്യൂ ആയിട്ട്. അപ്പൊ ഓക്കെ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അത് വരച്ചില്ല. അതുകൊണ്ട് ഞാനിങ്ങനെ ദിവസം ഇങ്ങനെ ചോദിച്ച് അതിന്റെ സമയം ഇപ്പൊ ഇന്നലെയും ഇന്നുമായിട്ട്, ഇന്ന് എനിക്ക് ശനിയാഴ്ച വ്രതം കൂടിയാ. ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിക്കില്ല. രാവിലെ വൈകുന്നേരം കുറച്ച് ഇതിന്റെ ഭഗവാന് പ്രസാദം വെച്ച് കഴിച്ചു. രാവിലെയാണ് കുറച്ച് ഭക്ഷണം കഴിച്ചത്. അപ്പൊ എനിക്ക് ശനിയാഴ്ച വ്രതം തന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ എനിക്ക് പെർമിഷൻ കിട്ടി. എന്നാലും നിങ്ങളുടെ ഫോൺ വന്നില്ല. അപ്പൊ ഞാൻ ജപമാല എടുത്ത് ഗണപതിനെ നോക്കിയിട്ട് ഒരു ജപമാല എണ്ണീട്ട് നിങ്ങളെ ഇതിലേക്ക് ഹലോ പറഞ്ഞു. ഞാനൊരു കോണ്ടാക്ട് ആയി. അതെ, ഞാൻ ഗണപതിയുടെ ഒരു ജപത്തിലായിരുന്നു. അതെ, ശരി. എനിക്ക് ഇതുപോലെ വേറൊരു ഞാൻ പോഡ്കാസ്റ്റ് ചെയ്ത ഒരു ഡോക്ടറുണ്ട്. അവർക്കും ഇതുപോലെ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടാണ് ഇതൊക്കെ തോന്നുന്നത്. കാരണം ഭഗവാൻ കൃഷ്ണന് ഇങ്ങനെയുള്ള എൻ്റെ ഒരു ചെറിയൊരു ചാനല് അറിയാമെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോ തന്നെ എനിക്ക് അത്ഭുതമായിട്ടാണ് തോന്നുന്നത്. അവരുടെ അടുത്ത് കൃഷ്ണൻ പറഞ്ഞു എന്ന്. ഞാൻ ആ ചാനൽ കേട്ടു, മുഴുവൻ കേട്ടു ഞാൻ. അത് ശരിയായിട്ട് ഞാൻ ഒരുപാട് ചാനലുകൾ ദൈവികമായി ഞാൻ കേട്ടിട്ട് അവരൊന്നും കറക്റ്റ് പറയണില്ല. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, കുടുംബദേവതേനെ നമ്മൾ ആരാധിക്കും. ഞാനിപ്പോ ശിവനെ ഇഷ്ടദേവതയാണ്, കുടുംബദേവതയല്ല, കുടുംബദേവത ദേവിയാണ്. അപ്പൊ കുടുംബദേവത അമ്പലത്തിൽ പോയാൽ അവിടെ കുറെ ദൈവങ്ങൾ ഉണ്ടാവും, അതിനെയൊന്നും പ്രാർത്ഥിക്കരുത്. ഒരൊറ്റ ദേവീനെ മാത്രം, ദേവിയാണ് ദേവി, കൃഷ്ണനായ കൃഷ്ണൻ, അതിനെ പ്രാർത്ഥിച്ചിട്ട് ആ ദേവിയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ മാത്രം വായിക്കണം. അല്ലാണ്ട് ദേവീനെ മുമ്പിൽ ചെന്ന് ശിവന്റെ പുസ്തകം വായിച്ചാൽ ശരിയാവില്ല. ദേവി മഹാത്മ്യം അങ്ങനെയുള്ള കാര്യങ്ങൾ, കൃഷ്ണനാണെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ. അപ്പൊ അതിങ്ങനെ കണ്ടിന്യൂ വായിച്ചു കഴിഞ്ഞാല് ഈ ദേവി നമ്മളോട് പ്രീതിപ്പെടും. നമ്മുടെ ജീവിതം തന്നെ ഇത്
മാറ്റിമറിക്കും. നമ്മൾ മറ്റൊരു മനുഷ്യനായി മാറും. ഇപ്പൊ ഞാൻ എങ്ങനെ നടന്നിരുന്ന, ഞാനത് നിങ്ങളോട് തുടക്കത്തിലേ പറഞ്ഞു. ഞാൻ നല്ല നല്ല വസ്ത്രങ്ങൾ ധരിച്ച്, ഞാൻ തലമുടി കെട്ടുന്നതുണ്ടല്ലോ, തലമുടി കെട്ടുന്നത് പൂനെയിലെ ഏറ്റവും A1 സ്ഥലത്താണ് തലമുടി കെട്ടിയിരുന്നത്. അവിടെ പോയിട്ട് വെട്ടുള്ളൂ തലമുടി. അതുമാതിരി ഏറ്റവും നല്ല നല്ല ഹോട്ടലുകളിൽ പോയിരുന്നു ഭക്ഷണം കഴിച്ചിരുന്ന ഞാനാണ്. ഈ പുതിയൊരു ഹോട്ടൽ തുടങ്ങിയ ഉടനെ അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കും. അങ്ങനെ എനിക്ക് തോന്നിയ പോലെ ജീവിച്ചിരുന്ന ഞാൻ അത് മുഴുവൻ ഉപേക്ഷിച്ച് സിനിമ ആഴ്ചയിലും കാണാൻ പോണതാ. അങ്ങനെ സിനിമ ഉപേക്ഷിച്ച് എല്ലാം ഉപേക്ഷിച്ച് ഈ ദൈവ സാക്ഷാത്കാരം കിട്ടിയിട്ട് ഇനി അടുത്ത പരിപാടിയുള്ളൂന്ന് വെച്ചിട്ട് ഞാൻ അവസാനം വന്നപ്പോ ഞാൻ എന്റെ തുണി ഉപേക്ഷിച്ചു. ഞാൻ പൂജയും ഇതില്ലായിരുന്നു, എനിക്ക് തുണിയില്ലായിരുന്നു. ഇത് ഈ അൺഡ്രയർ മാത്രമുള്ള, കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, എന്റെ സ്വന്തം വീടായിരുന്നു. അപ്പൊ അവിടെ ആരുമില്ല. അപ്പൊ ഞാൻ അൺഡ്രോയർ മാത്രം ഇട്ടിട്ട് പൂജകൾ ചെയ്ത് ഈ ശിവരാത്രി ദിവസം ഈ രുദ്രണ്ട്, ശ്രീരുദ്രം 11 പ്രാവശ്യം ചൊല്ലും. അതിന് 6 മണിക്കൂർ വേണം. ഈവനിങ്ങിൽ 6 മണിക്ക് നിന്ന് രാത്രി 12 മണി വരെ കണ്ടിന്യൂ ഈ ശ്രീരുദ്രം ഞാൻ ചൊല്ലും. അങ്ങനെ ഹാർഡായിട്ടുള്ള എൻ്റെ ഈ ഭഗവാനെ ഭജിക്കണ ഇത് കൊണ്ടാണ് ഈ ഞാൻ ഇന്നിരിക്കണ ഈ പൊസിഷനിലേക്ക് എത്താനുള്ള കാര്യം. ഇനിയിപ്പോ എനിക്ക് വേണമെങ്കിൽ സിനിമ ആണെങ്കിൽ കാണാം, പക്ഷെ എനിക്ക് അതിലുള്ള ഇൻട്രസ്റ്റ് പോയ കാരണം ഞാനത് കാണുന്നില്ല. ഇപ്പൊ ഡ്രസ്സ് പക്ഷെ ഞാൻ ആവശ്യത്തിന് എടുക്കുന്നുണ്ട്. ഇതില് പിന്നെ നമുക്ക് വേറെ ഒരു അത്യാവശ്യം ഉള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഞാൻ പുരുഷൻ എന്ന നിലയ്ക്ക് ഞാൻ പറയണേ, നമ്മുടെ ഭാര്യനെ ഏറ്റവും നല്ല ഭക്ഷണവും നല്ല വസ്ത്രങ്ങളും കൊടുത്ത് അവര് സന്തോഷമായിരിക്കണം. ഭാര്യയും ഭാര്യയുടെ വീട്ടുകാരും വീട്ടുകാരെയും സന്തോഷമായിരിക്കണം. എന്നുവെച്ചാൽ നമ്മുടെ ചുറ്റുപാടുകൾ സന്തോഷം. അല്ല നമ്മൾ ഒരാൾ വന്ന് കുറെ പൈസ ഉണ്ടാക്കി ബാക്കിയുള്ളവരെ എവിടെയെങ്കിലും തണ്ടി കുത്തുവാഴ എടുക്കട്ടെ, അങ്ങനെയല്ല. അവർക്കും നല്ല ഭക്ഷണവും നല്ല വസ്ത്രങ്ങളും ഒക്കെ കൊടുത്ത് അവരെയും നമ്മൾ സന്തോഷം. നമ്മളെ എത്ര കണ്ട് ചുറ്റുപാടുള്ളവരെ സന്തുഷ്ടരാക്കണോ അത്രയ്ക്കും ഭഗവാൻ നമ്മുടെ അടുത്ത് വരും. നമ്മള് ഈ നോൺ വെജ് നിർത്തി ഞാൻ കഴിക്കില്ല, ഭഗവാൻ എന്താ പ്രീതിപ്പെടാ? ഭഗവാനെ പ്രീതിപ്പെടില്ല. നമ്മൾ നോൺ വെജ് നിർത്തി എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പ്രീതിപ്പെടില്ല. അത് പ്രീതിപ്പെടണമെങ്കിൽ നമുക്ക് മനസ്സിലാവണം എന്തുകൊണ്ട് നിർത്തി, അതിന്റെ റീസൺ എന്താ. വഴി പോകുമ്പോ കാല് മടക്കി ചവിട്ടാൻ തോന്നാൻ പാടില്ല. ഇതിന് മനസ്സിലായ, ഞാൻ നോൺ വെജ് നിർത്തി, പക്ഷെ ഡോഗിനെ വേണ്ട കാല് മടക്കി അടിക്കുന്ന പറഞ്ഞാൽ പോയി. കാരണം എല്ലാ പ്രാണികളും ഭഗവാന്റെ എല്ലാം. ഞാനിങ്ങനെ എൻ്റെ ഈ സ്പിരിച്വൽ ഇതിൽ ഞാനിങ്ങനെ ഓരോന്നോരോന്ന് ക്ലിയർ ആയി വരാൻ കാരണം, ഒരാള് പറഞ്ഞു എന്നോട്, ഒരു ചൊറിയൻ തവളേനെ കണ്ട അതിനുണ്ടൊരു ഭംഗിന്ന്. സത്യമാണെന്ന് എനിക്ക് മനസ്സിലായ. അതുമാതിരി ഒരു പുഴുവിനെ കണ്ട, ഞാൻ ഭാര്യയെ പുഴു അയ്യേന്ന് പറഞ്ഞിട്ടുള്ളൂ. അയ്യേന്ന് ഒരിക്കലും പറയാൻ പാടില്ല. ആ പുഴുവിന് മനസ്സിലാവും അതിനെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന്. മനസ്സിലായ? അപ്പൊ നമ്മള് എന്ത് ഭംഗിയാ നിന്നെ കാണാൻ. ചില പുഴുക്കളെ കണ്ട ഭയങ്കര ഭംഗിയാ, പൂമ്പാറ്റേരെ. അപ്പൊ ഞാൻ പറയും എന്ത് ഭംഗിയാ നിന്നെ കാണാൻ. അങ്ങനെ നമ്മള് എപ്പോഴും പോസിറ്റീവായിട്ട് പ്രകൃതിയോട് ഇതുപോലെ ചോദിച്ചിട്ടുണ്ട്. അതായത് ആ റിലേറ്റീവിന്റെ വീട്ടിൽ ഞാൻ നിൽക്കുമ്പോ അതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഈ ചേരയെന്നും പറഞ്ഞൊരു പാമ്പുണ്ട്, ഈ കടിക്കാത്ത വിഷമില്ലാത്ത. അപ്പൊ ഈ ചേര നല്ല ഗോൾഡൻ കളറിലുള്ള ചേരയാണ്. ഫുൾ നമ്മളൊരു സ്വർണ്ണമാല എങ്ങനെ ഇടുന്നു അതുപോലെ ആ കളറുള്ള ഒരു ചേര. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് തിണ്ണയിലിരുന്ന് പറയും അതൊരു സുന്ദരി ചേരയാന്ന് പറയും. അപ്പൊ അവര് കളിയാക്കും, ചേരക്കൊക്കെ ഇങ്ങനെ ആരെങ്കിലും പറയുവോ, അത് തല്ലിക്കൊല്ലാനുള്ളതല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അങ്ങനെയല്ല, പ്രകൃതിയിലുള്ള ഓരോ ചിലപ്പോ കാണാൻ അത് നമ്മുടെ കണ്ണിന്റെയാണ്. അതിനാണോ ചേരുമ്പോ അതേപോലത്തെ വേറൊരു പ്രാണി വന്നിട്ടാണല്ലോ അതിനോട് ചേരുന്നത്. അപ്പൊ ഇതിനെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ. അപ്പൊ നമുക്കും അതിനെ ഇഷ്ടപ്പെടും. ഓരോ പ്രാണീനും ഓരോ ജീവിനും നമ്മൾ ഇഷ്ടപ്പെട്ടാൽ അത്രയ്ക്കും ദൈവം തമ്പുരാൻ നമ്മുടെ അടുത്തേക്ക് വരും. മനസ്സിലായോ? നമ്മുടെ ജീവിത നിലവാരം തന്നെ മാറും. ഞാൻ പല ഞാൻ ഇത്ര പൂജ ചെയ്തു എന്നിട്ടും ഞാൻ കട്ടത്തില. അതെന്താ? നമ്മുടെ ഉള്ളിൽ നെഗറ്റീവ് എനർജി വർദ്ധിപ്പിച്ച ഓട്ടോമാറ്റിക്കലി നമ്മൾ കട്ടത്തിലാവും. അപ്പൊ നമ്മൾ എപ്പോഴും പോസിറ്റീവ് തിങ്കിങ്ങും പോസിറ്റീവായിട്ട് തന്നെ എപ്പോഴും ഇങ്ങനെ, ആളുകളായാലും മൃഗങ്ങളായാലും കീടങ്ങളായാലും എന്തായാലും അതിനെ ആ രീതിയിൽ നമ്മൾ
നേരിട്ടാല് അതിന്റെ അനുഗ്രഹം കൊണ്ട്, അതിന്റെ ആ നോട്ടം ഉണ്ട്, ആ നോട്ടം കൊണ്ട് തന്നെ നമുക്ക് അനുഗ്രഹം ഉണ്ടാവും. അതിൽ നിന്ന് നമ്മൾ സമ്പത്ത്, സന്തോഷം. എന്റെ ഇത് തന്നെ, ഞാൻ എപ്പോഴും ആനന്ദത്തിലിരിക്കുന്ന വ്യക്തിയാണ്. എന്റെ ഇത് തന്നെ ആനന്ദമാണ്, സന്തോഷം, കളി, തമാശ, ഇങ്ങനെ. അങ്ങനെയാണ് എന്റെ ഇത് നേച്ചർ. അപ്പൊ ഈ ആനന്ദം എങ്ങനെ കിട്ടുന്ന വെച്ചാൽ, ആനന്ദം നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്താലേ കിട്ടുള്ളൂ. അല്ലാണ്ട് ഞാൻ ആനന്ദമാവണം ബാക്കിയുള്ളവർ വെള്ളത്തിലാണെന്ന് വിചാരിച്ചാൽ അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. നമ്മൾ പ്രാണികൾക്കും പക്ഷികൾക്കും എല്ലാത്തിനും ആനന്ദം കൊടുക്കുമ്പോ നമുക്ക് ആനന്ദം കിട്ടും. ഭഗവാൻ നമുക്ക് ആനന്ദം തരും. അത് നമ്മുടെ സ്വാഭാവികമായി നമ്മൾ മാറണം. മനസ്സിലായ? അല്ലാണ്ട് ഇയാള് പറഞ്ഞു ഞാൻ മാറി, അങ്ങനെയല്ല. നമ്മൾ സ്വാഭാവികമായി എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ നമ്മളിൽ മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു പ്രാവശ്യം നമ്മളിങ്ങനെ ആയാണ്ടല്ല, അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമ്മൾക്ക് നന്മയുണ്ടാവും, നന്മയുള്ള ഒരു ലോകം ഉണ്ടാവും. ഞാൻ അതിനുവേണ്ടി ഇതിലേക്ക് വന്നതാണ് ഇത് പറയാനായിട്ട്. നന്മയുള്ള ഒരു ലോകം ഉണ്ടാവും. ഏക ദൈവത്തിനെ പ്രാർത്ഥിച്ചാലേ ഇത് കിട്ടുള്ളൂ. 33 ദൈവത്തിനെ പൂജിക്കാൻ പോയാൽ ഒന്നും ഉണ്ടാവില്ല. ഇതെല്ലാം തെറ്റാന്ന് പറയണ എന്തുകൊണ്ട് പറയണു? 33 ദേവതകളെ പൂജിക്കണോണ്ടാണ്. ഒരാളെ പൂജിച്ച, ഇപ്പൊ ഞാൻ ശിവനെ പൂജിച്ചില്ലേ, ശിവനെ മാത്രം പിടിച്ചപ്പോ ഈ സർവ്വ ദൈവങ്ങളെ എന്നോട് പ്രീതിയായി. അറിയാ, ഈ ഗണപതിയും പ്രീതിയായി, ദേവിയും പ്രീതിയായി, കൃഷ്ണനും പ്രീതിയായി, സർവ്വതും പ്രീതിയായി. ഞാൻ ഏത് ക്ഷേത്രത്തിൽ പോയാൽ എന്റെ ഈ വലത്തെ കണ്ണ അപ്പ വരയ്ക്കും. ക്ഷേത്രത്തിൽ മാത്രമല്ല, പള്ളിയിൽ പോയാലും വരയ്ക്കും. യേശു ക്രിസ്തുവിനെ നോക്കിയാൽ യേശു ക്രിസ്തു പറയാ എന്നോട്. അറിയാം, ഞാൻ അവിടെ ഇവിടെ ഭാര്യയെ ഞങ്ങള് ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടെ നോക്കിയപ്പോ യേശു ക്രിസ്തുവിന്റെ ഒരു ഫോട്ടോ ആയിരിക്കും. അതിന് വിളക്കില്ല. അപ്പൊ യേശു ക്രിസ്തുവിനോട് പറഞ്ഞു, വിളക്ക് ഇവിടെ വായിച്ചിട്ടുണ്ടല്ലോ. ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, നീ ഇതില് ഇടപെടണ്ടെന്ന് എന്നോട് പറഞ്ഞ് വിളക്കത്തിയാ. അപ്പൊ ഞാൻ പിന്നെയും ഞങ്ങൾ കുറച്ച് ദിവസം അവിടെ ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ടി നിന്നേ. അപ്പൊ ഈ ഡോക്ടർ ഇത് വിളക്കത്തിക്കണില്ല. അങ്ങനെ വന്നാ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, യേശു ക്രിസ്തു എന്നോട് പറയുന്നുണ്ട് നിങ്ങൾ ചൊവ്വാവൂല. അതുകൊണ്ട് നിങ്ങള് ഇതിന് വിളക്ക് കത്തിക്കുക. വിളക്ക് കത്തിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഡോക്ടർ രീതിയിൽ സംസാരിക്കാൻ പറ്റുള്ളൂ. ഒരു പേഷ്യന്റിനോട് സംസാരിക്കുമ്പോൾ സത്യമായിട്ട് വരണം വചനം. അതിന് അവിടെ വിളക്ക് കത്തിക്കണം. അങ്ങനെ വിളക്ക് കത്തിപ്പിച്ചു. സജസ്റ്റ് ചെയ്യുന്നത് ഒരു ഡെയിലി നിത്യകർമ്മം വേണമെന്നാണോ? ഞാൻ അഭിഷേകം ചെയ്യാറുണ്ട്. ഞങ്ങള് ചെയ്യുന്ന പോലെ അഭിഷേകമുണ്ട് ഞാൻ. അതെനിക്ക് കർണാടകയിൽ നിന്ന് കിട്ടിയ ഒരു ശീലമാണ്. പൂജകള് ദിവസം കറക്റ്റായിട്ട് വേണം. അത് കറക്റ്റ് ആയിരിക്കണം. ധ്യാനം അത് വേറെയാണ്. മനസ്സിലായോ? പൂജകൾക്ക് ശേഷം സമയം ഉണ്ടെങ്കിൽ ധ്യാനം. നമുക്ക് ജോലി ചെയ്യണമല്ലോ. അപ്പൊ ജോലി ഇല്ലാത്ത സമയത്ത് ധ്യാനം. നമ്മുടെ മനസ്സ് എപ്പോഴും പോസിറ്റീവ് തിങ്കിങ്ങിലിരിക്കണം. മനസ്സിലായ? പിന്നെ നമുക്ക് ഈ ആഗ്രഹങ്ങളുണ്ടല്ലോ മനുഷ്യന്റെ, അതെപ്പോഴും ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുള്ളൂ. ഒരിക്കലും ആഗ്രഹം ഒരിക്കലും കളയാൻ പറ്റില്ല. അത് നമുക്ക് സാധിക്കില്ല. അതിങ്ങനെ കൂടിക്കൊണ്ട്, പക്ഷെ എല്ലാം നന്മയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കും. ഇപ്പൊ ഞാൻ എപ്പോഴും എനിക്ക് ചുറ്റിക്കറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യാ, ഒരു അമ്പലത്തിന് വെക്കും. ഈ അമ്പലത്തിൽ പോവും, ആ അമ്പലത്തിന് ചുറ്റുമൊക്കെ ഒന്ന് കറങ്ങി നടക്കും. അപ്പൊ ഒരു എനർജി അവിടെ നിന്ന് കിട്ടുകയും ചെയ്തു, അവിടെ ചെറിയ കാഴ്ചകൾ കാണുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മുടെ ഇത്. അല്ലാണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് വെട്ടിമുറിച്ച് കളയാൻ പറ്റില്ല. ഡ്രസ്സ് വേണ്ടാന്ന് വെക്കാം വേണമെങ്കിൽ, അതൊരു ആഗ്രഹമാണ്, അത് വേണ്ട എന്ന് വെക്കാം. ചില ചെലവുകളൊക്കെ നമുക്ക് വെട്ടിച്ചുരുക്കാൻ പറ്റും, പക്ഷെ എല്ലാം അങ്ങനെ കുറഞ്ഞ് ഇതാക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള നല്ലൊരു കുടുംബ ജീവിതം നമുക്ക് ഉണ്ടാവും. നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ദൈവത്തിന്റെ ഒരു പ്രസൻസ് ഉണ്ടാവും. ആ പ്രസൻസിൽ നിന്ന് നമുക്ക് മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് ജീവിക്കാൻ പറ്റും.